അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ എന്ത് ആഗ്രഹവും അത് മിന്നൽ വേഗത്തിൽ സഫലമാകുവാനുള്ള ഒരു മാർഗമാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതും ചൊല്ലേണ്ടത് എന്നൊക്കെ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്കെല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവും നേടിയെടുക്കാൻ. അത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ സംശയത്തിലായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ദുആകളും ദിക്റുകളും ഒക്കെ ചെയ്യുന്നവരുമായിരിക്കും നമ്മളിൽ പലരും. ഇത് പെട്ടെന്ന് സാധിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ട്, മിന്നൽ വേഗത്തിൽ സാധിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മെനക്കെട്ടാൽ മതി. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നേടിയെടുക്കുന്നത് വരെ ഇങ്ങനെ ചെയ്തു പോരുക. എല്ലാ ദിവസവും 1-2 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ആഗ്രഹം പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അത് നിങ്ങൾക്ക് ഹലാലാണെങ്കിൽ, ഉറപ്പായിട്ടും ഹലാലായ ഒരു ആഗ്രഹമാണ് നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നത് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് സാധിച്ചു കിട്ടുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അതിനു വേണ്ടിയിട്ട് എന്താണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. നല്ല വൃത്തിയായി ശുദ്ധിയായി ഒഴിഞ്ഞിരുന്ന് ആദ്യം 11 സ്വലാത്ത് ചൊല്ലുക. മുത്തുനബിയുടെ പേരിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്വലാത്തും ചൊല്ലാവുന്നതാണ്. അതിനുശേഷം 1000 തവണ യാ സമദു യാ അല്ലാഹ്, യാ സമദു യാ അല്ലാഹ്, യാ സമദു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഈ ഒരു ഇസ്മ ചൊല്ലുക. അതിനുശേഷം വീണ്ടും 11 തവണ സ്വലാത്ത് ചൊല്ലുക. ഇങ്ങനെ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എന്ത് ആഗ്രഹമാണെങ്കിലും അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഇതുപോലെ ചെയ്തതിന് ശേഷം നിങ്ങൾ റബ്ബിനോട് ആത്മാർത്ഥമായി നെഞ്ഞു പൊട്ടി ദുആ ചെയ്യുക. നിങ്ങളുടെ സ്വപ്നം എന്താണോ നേടിയെടുക്കാനുള്ളത്, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ഉദ്ദേശം അത് എന്താണോ നേടിയെടുക്കാനുള്ളത് അത് റബ്ബിൻ്റെ മുന്നിൽ പറയുക. റബ്ബിൻ്റെ മുന്നിൽ ചോദിക്കുക. വളരെ താഴ്മയോടെ ചോദിക്കുക. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു തരുമാറാകട്ടെ. ഈ ഒരു ദിക്ർ, ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ചെയ്യുവാനും അത് മുഖേന ഈ ദിക്റിൻ്റെയും സ്വലാത്തിൻ്റെയും ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നേടിയെടുക്കുവാനും സാധിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.